അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ നോമ്പ് 18ാമത്തെ വിശേഷങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പച്ചക്കറി എന്ന് പറയാനില്ല, കുറച്ച് തക്കാളി, വല്ലുള്ളി, ജീരുള്ളി, പിന്നെ കുറച്ച് ക്യാരറ്റ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ജ്യൂസ് അടിച്ചാന്ന് കരുതി വാങ്ങിയതാണ്. അപ്പോൾ ഞാനിതാക്കണേ 20 റുപ്യേൻ്റെ ജീരുള്ളിയാണ് കേട്ടോ. അപ്പോൾ ജീരുള്ളിക്കൊക്കെ കുറച്ച് വില കുറഞ്ഞിരിക്കണ തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ജീരുള്ളി വാങ്ങിക്കണേ, വല്ലുള്ളി വാങ്ങിക്കണേ. വല്ലുള്ളി ഒന്നും തേച്ചാൽ തികയില്ല, ഇപ്പോൾ നോൽഭയമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കോഴി ഉണ്ടായിനി, അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചിക്കണേ. അപ്പോൾ ഇതാക്കണേ നമ്മളെ അയലോകത്തെ പെരയിൽ നിന്ന് നമുക്ക് കുറച്ച് പൊണ്ണം വായൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ നോമ്പായാൽ പിന്നെ അതിനൊന്നും ആവശ്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് വെക്കാം. അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞാൻ നമ്മളെ ക്യാരറ്റൊക്കെ അതിൻ്റെ മേലത്തെ തോലൊക്കെ ഒന്ന് ചിരണ്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരണ്ടിയിട്ട് നമുക്ക് എന്താട്ടാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വേവിച്ച. അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് അടിച്ചാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ്, പാലും ഒക്കെ പറന്ന് കാണ്ട. അപ്പോൾ 2 ഏലക്കായ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്താൽ പിന്നെ അങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണ്ടല്ലോ, അതിൻ്റെ ഒപ്പം തന്നെയാണ്ട് ഉരുകിക്കോളും. അപ്പം അങ്ങനെ അതോട്ട് ഞാൻ കുക്കറിൽ വെച്ചു. പിന്നെ അതവിടെ കിടന്ന് വേകട്ടെ. പിന്നെ ഞാൻ ജീരുള്ളി തോലൊഴിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ എന്നുണ്ടല്ലോ വല്ലുള്ളി വെച്ച് കണ്ട് നമ്മൾ ചാറൊക്കെ വെക്കണേ. അപ്പോൾ ഈ ജീരുള്ളി മാത്രം ഇട്ട് കണ്ട് ചാറ് വെച്ചാൽ നല്ല രസമാണല്ലോ, അങ്ങനെ പറയണേ കേൾക്കാം. അപ്പം ഞാൻ കരുതി ഇന്ന് കുറച്ച് തോന ജീരുള്ളി ഉണ്ടല്ലോ, അപ്പം എന്നാൽ നമുക്ക് ജീരുള്ളിയൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് ചാറ് വെച്ചോക്കാമെന്ന് വിചാരിച്ച് ഞാനിതാക്കണേ ജീരുള്ളിയൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അരിയട്ടെ എന്ന് വിചാരിച്ച്, പിന്നെ ഇങ്ങനെ മടിയായി. പിന്നെ ഞാനത് എന്താട്ടി മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഒരൊറ്റ കറക്കം. അപ്പോൾ ഇതാക്കണ കറങ്ങി വന്നിക്കണേ. ഇങ്ങനെ ആയാൽ നമ്മളെ ചാറ്റിന് കുറച്ച് കുറുകലും ഉണ്ടായിക്കോളും, അരച്ചതല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഫസ്റ്റത്തെ നോൽമ്പിൻ്റെ അന്ന് ചതച്ച് വെച്ചതല്ലേ, അതൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ചതച്ചൊക്കെ വെച്ചിനി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമതും പിന്നെ നമ്മൾ കുറച്ച് ചതച്ച് വെച്ചിരിക്കണം. ഇങ്ങനെയാക്കിയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതിന് കുറച്ചെടുത്ത് കണ്ടാണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഉള്ളിയും തക്കാളിയും അരിഞ്ഞ് വെച്ചിരിക്കണേ. പിന്നെ ഇതാക്കണേ നമ്മളെ ക്യാരറ്റൊക്കെ വെന്ത് ഞാൻ ചൂടാറാനും വേണ്ടി ഒരു പാത്രത്തേക്ക് പാർന്നൊക്കെയാണ്. അപ്പോൾ അത് ചൂടാറിയിട്ട് നമുക്ക് അടിച്ചാൽ. പിന്നെ നമുക്ക് പത്തിരി, ഇന്ന് പത്തിരിയാണ് മക്കളെ. പത്തിരി എന്ന് പറയുമ്പം ആലോചിച്ചാനേ വെച്ചിട്ട് തിന്നാനൊക്കെ രസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളോട് പറയണേ, ഈ പത്തിരി ചുടണമെങ്കിൽ വല്ലാത്ത പണിയാണ്. ചിലവർക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ പത്തിരി ഉണ്ടാക്കാൻ. ഇച്ചാണെങ്കിൽ ഈ പത്തിരിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ പിരാന്ത് പിടിച്ചു, ഭയങ്കര ഗതികേടാണ് കേട്ടോ. പിന്നെ നമ്മളെ മിന്നുട്ടി കുറേ ദിവസമായിക്കണം പറയണമ്മ പത്തിരി പത്തിരി പത്തിരി. അപ്പം എന്നാൽ പിന്നെ ഇന്ന് പത്തിരി തന്നെ ആയിക്കോട്ടെ, മക്കളെ പറഞ്ഞിട്ടും കാര്യമല്ല. പത്തിരി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി ചെയ്തത്. അപ്പോൾ ഞാൻ അതിന് തുള്ളി വെള്ളം മുക്കിയ ചീനി, ആ വെള്ളം മുക്കിയത് പിന്നെയും പാർന്ന് കൊടുത്തത് കേട്ടോ. ആ വെച്ച വെള്ളം തന്നെ പാകമാണ്. അപ്പോൾ ഞാൻ ഇനി ഏറും ആവോ എന്ന് വിചാരിച്ചിട്ടാണ് മുക്കി വെച്ചത് ഇനി. അപ്പോൾ അതന്നെ പാർന്ന് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ പറയാം, ഇപ്പോൾ പത്തിരി മെഷീനൊക്കെ വന്നുകൊണ്ടൊക്കെ നല്ല സുഖമാണ് പത്തിരിയൊക്കെ ചൂടാൻ. എത്തപ്പോൾ പറഞ്ഞിട്ട് കാര്യം, നമുക്ക് ഭയങ്കര മടിയാണ് ഈ പത്തിരി ഉണ്ടാക്കാൻ കേട്ടോ. ചിലവർക്ക് നല്ല എളുപ്പമാണെന്ന് പറയണേക്കാം, പത്തിരി സുഖമാണ്, പരത്താ ചൂടാകുമ്പോൾ നല്ല സുഖമാണ്. നമുക്ക് ഭയങ്കര ഗതിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, അപ്പോൾ പണ്ടില്ല അമ്മമാരെയൊക്കെ കാര്യമല്ലേ, അന്ന് ഈ മെഷീനൊന്നും ഇല്ലല്ലോ. അന്ന് ഒരിക്ക് ഇങ്ങനെ കുഴച്ച് വട്ട് പിടിച്ച് പിന്നെ നമ്മളെ പത്തിരി കല്ലുമ്മൽ വെച്ചിട്ട് പരത്തിയിട്ട് വേണം പത്തിരി ചൂടാനേ. ഇപ്പം എന്തൊരു സുഖമാണ്, മെഷീൻ വെച്ചിട്ട് ഒരൊറ്റ അമർത്തലാണ്, അമർത്തി കഴിഞ്ഞാൽ പത്തിരി റെഡിയാണ്. പറഞ്ഞിട്ട് കാര്യമല്ല, ഭയങ്കര മടിയാണ്. ഞാൻ ഈ പത്തിരിയാണ് ചുട്ട് കഴിഞ്ഞോടുകൂടി പടച്ച തമ്പുരാനെ മക്കി മദീനയും കണ്ടു എന്ന് പറയാമല്ലോ. അത്രക്ക് ചൂടും എന്തൊക്കെയോ വയർത്ത് ഒലിച്ച് നിങ്ങളോട് പറയുകയാണെങ്കിൽ പത്തിരി തിന്നേണ്ട പൂതി തന്നെയാണ് കഴിഞ്ഞ്, അതാണ് പറയാമല്ലോ ഇപ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പത്തിരിൻ്റെ ചൂടൂല എന്നൊക്കെ കരുതും. അത് നമ്മൾ കരുതലുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചൂടും, പിന്നെ നമ്മൾ മറക്കുമല്ലോ, മറവിക്കില്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ പത്തിരിയൊക്കെ ചൂടുന്നൊക്കെ കരുതും.
ഇപ്പം നമ്മളിരുതും പത്തിരി ഒന്നും ചുടൂലാന്ന്. അത്രക്കും ഭയങ്കര ചൂടും പിന്നെ നമ്മൾ ഈ അടുപ്പിൻ്റെ ചൂടും ഒക്കെ പാടായിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ ഒരിത്. ഏതായാലും പത്തിരിയൊക്കെ പരത്തി എന്താട്ടി കുറേ പത്തിരി ആദ്യം ഇങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെ ഞാനാണ് പൊടിയിൽ വെച്ചിട്ട് ഒന്നിച്ചങ്ങനെ തട്ടിക്കൊട്ടലാണ് കേട്ടോ. അങ്ങനെയാണ് കാട്ടല്. അപ്പം ആവും ചെയ്യും. അങ്ങനെ ഏതായാലും 4 പത്തിരി ഞാൻ ചട്ടിയിലിട്ടിക്കണേ. അപ്പം എൻ്റെ മിനുട്ടിയൊക്കെ വന്നുകൊണ്ട് പറഞ്ഞു വെച്ച് ഞാൻ പൊടി തട്ടാൻ ഒരു പൊടി തട്ടാൻ നിന്നാലേ ഞാൻ രണ്ടാമോ പിന്നെയും വേണ്ടി വരും. ആ പത്തിരി പത്തിരി തന്നെ രണ്ടാമോ പരത്തേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും വേണ്ട, ഞാൻ തന്നെ ചുട്ടുകൊണ്ട് നിങ്ങൾ പോയാൽ മതിയാണ്. അങ്ങനെ പത്തിരി ഓരോന്ന് ചട്ടിയിൽ നിന്ന് എടുക്കും. പിന്നെ എടുത്ത ഭാഗത്ത് നമ്മളെ ചട്ടിയിൽ പത്തിരി ഇട്ട് കൊടുക്കും. അപ്പോൾ അതിന് മറ്റേ പത്തിരി ആകും. അപ്പോൾ എന്നിട്ട് ആ പത്തിരിയാണ് വാങ്ങി വയ്ക്കും. പിന്നെ മറ്റേത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഒരു പത്തിരി ഇട്ട് കൊടുക്കും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ചുട്ട് കഴിയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ പാടൊപ്പം ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരം പോകുമല്ലേ. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മൾ ചട്ടിയൊക്കെ വാങ്ങി വെച്ചിങ്ങനെ ഇനി പത്തിരി ഒന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമ്മൾ ഗ്യാസ് റോൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടോടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണോ പത്തിരിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്കൊക്കെ രാവിലെയൊക്കെ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ അടിഭാഗമൊക്കെ പറ്റങ്ങോട്ട് നാശമായി കൊടുക്കും. അതിനാണ് ചൂടാറാൻ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആ അടുപ്പത്ത് തന്നെ ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് നമ്മളെ ജീരുള്ളി ചതച്ചിട്ടുണ്ടെങ്കിലോ അതിട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടു. അപ്പം തിരിച്ച് നല്ലോണം കത്തണുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചിരട്ടിട്ടിക്കണം, അതാണ് അങ്ങനെ കത്തണത്. പിന്നെ കരിയേപ്പിട്ടു, തക്കാളി ഇട്ടു. പിന്നെ തക്കാളി ഉടയാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ. ഭയങ്കര ചൂട്. ഞാൻ പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും ഒക്കെ പാടിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും പാർന്നു കൊടുത്തു. പിന്നെ പത്തിരിയൊക്കെ ചൂടാറിയപ്പോൾ ഞാൻ എന്താട്ടി നമ്മൾ പത്തിരിയൊക്കെ ഗ്യാസ് റോൾക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഞങ്ങളെ നിൽക്കട്ടെ. ഓരോന്നോരോന്നും അങ്ങനെ നമുക്ക് പൊറുക്കിയിട്ട് കൊടുക്കാം. ചൂടോടുക്കല്ല കേട്ടോ, ഒക്കെ ചൂടാറിയതിന് ശേഷമാണ് ഇട്ടെടുത്തങ്ങനെ നമുക്ക് തെൽച്ചക്കും ആണല്ലോ. അങ്ങനെ പത്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാക്കണേ ചാറൊക്കെ തിളച്ച് വന്നപ്പം കോഴിയൊക്കെ ഇതാക്കണേ കേക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അതവിടെ കടന്ന് അങ്ങനെ വേഗട്ടെ. എന്നിട്ട് നമുക്ക് വേറെല്ലാം പണിയൊക്കെ എടുക്കണം. അപ്പം അങ്ങനെ ചാറ് അടുപ്പത്തായി. അത് കഴിഞ്ഞപ്പോൾ ഇതാക്കണേ ഒരു ലോഡ് പാത്രം മോറാനുണ്ട്. ഈ പാത്രം മോറുന്നത് വെച്ചാൽ പിരാന്താണ്. അപ്പം നിങ്ങൾ വിചാരിച്ചു എനിക്ക് പിരാന്തില്ലാത്ത കാര്യം എന്താ ഇല്ലേന്നില്ലേ. ഇന്നിപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു പണിയാണ് കഴിഞ്ഞാൽ എന്താ അറിയില്ല ഇങ്ങനെയാണ് കഴിഞ്ഞാൽ നോമ്പിനാണ് തോന്നുന്നത് ഇങ്ങനെ അങ്ങോട്ട് ഒരുപാട് പാത്രം അങ്ങോട്ട് മോറാനാകും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണലുണ്ട്, അതിലൊക്കെ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പാത്രങ്ങളൊക്കെ എല്ലാവർക്കും മോറാനുണ്ട്. അപ്പം ഇച്ച് മാത്രമൊന്നല്ല എന്നുള്ളത് ഇച്ച് മനസ്സിലായിട്ടോ. അങ്ങനെ പാത്രമൊക്കെ മോറി പിന്നെ ഞാൻ വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കാം നിങ്ങൾ വത്തക്കൻ്റെ ഇപ്പോഴത്തെ സ്വഭാവമാണത്, വേഗം കേടുവരാണ് ഇയാളെ. എത്താണെന്ന് വെച്ച് പറയാൻ കൂടിയാടില്ല. ഒരു കണ്ടം കൊടന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ കേടുവരും. ഫ്രിഡ്ജിലൊക്കെ തന്നെ ഇക്കാരം. നിങ്ങൾക്കൊക്കെ വത്തക്ക വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടിട്ടോ. അങ്ങനെ കുറച്ച് മുന്തിരിയും കേകി ഒരു മുസമ്പി ഉണ്ടേനി അതും അരിഞ്ഞ് വെച്ചിക്കണ്. പിന്നെ നമുക്ക് നമ്മളെ വത്തക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കേടുവരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വത്തക്ക വാങ്ങണ്ടാന്ന്. കാരണം ഒരു പൊളി വാങ്ങിയാൽ തന്നെ നമ്മളപ്പം തന്നെ തിന്നൂലല്ലോ. പിന്നെ 2ാമത്തെ 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേന് നാശമാകാണ്. എന്തിനാണ് നമ്മൾ കായ് എടുത്തുകാണ്ട് വെറുതെ വാങ്ങിക്കാണ്ട് നാശമാക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞപ്പോൾ മിന്നോട്ടിനോട് ഇനി വത്തക്ക വാങ്ങലേ നിർത്തിക്കണേന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇല്ലാഞ്ഞാലൊരു പൊറുതിയേടുമാണ്. അപ്പോൾ ചാറ്റക്ക് ഞാനിതാക്കണേ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ മിന്നുട്ടിക്കാണ് പത്തിരിന്ന് വെച്ചാൽ ജീവനാണ്ട്. ചുട്ടപ്പോൾ തന്നെ 30 അങ്ങനെ തിന്നൽ തുടങ്ങിയിരിക്കണം കേട്ടോ. പൈച്ചിട്ട് പൈച്ചിട്ട് അങ്ങനെ ഒക്കെ കുറച്ച് ചാറൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ നമ്മളെ ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കേട്ടോ, നമ്മളെ ക്യാരറ്റ്. അപ്പോൾ പാല് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്, കട്ടയാക്കി എടുത്തുക്കണേ. അപ്പോൾ നമ്മളെ സാനോട്ട് സ്കൂൾക്ക് പോയപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ, ഉമ്മച്ചിയെ പാല് കട്ടയാക്കാണ്ട് തന്നെ അടിച്ചോളണ്ടിട്ടോ, അപ്പോളെ രസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പൊയ്ക്കണം മൂപ്പര്. ആയിക്കോട്ടെ മനേ അറിയിക്കാം ഞാൻ. അപ്പോൾ ഓൻ പറഞ്ഞ പോലെ തന്നെയാണ് കാട്ടാന്ന് വിചാരിച്ചു. ഇന്നൊന്നും കരിയും പൊരിയൊന്നുമില്ല കേട്ടോ. എന്നും ഉണ്ടല്ലോ കരിയും പൊരിയൊക്കെ ഉണ്ടാക്കണത്. നമ്മൾ സമൂസ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. ഇന്നൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കണില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയും പോട്ടെ. അപ്പോൾ നമ്മളെ ക്യാരറ്റൊക്കെ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിക്കണേ. ഞാൻ ജഗ്ഗൊക്കെ പാർന്ന് കൊടുക്കുകയാണേ. അപ്പോൾ പാർന്ന് കൊടുത്തപ്പോൾ അതാക്കണേ അതിൽ കുറേ അരയാത്തതുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് പറയുന്നത് പിന്നെ ഞാൻ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ കുടിച്ചിട്ട് നേരത്തെ ഇങ്ങനെ കടിച്ചുമല്ലോ. അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. കുറച്ച് ഞാൻ ഒരു പാട്ടിയിൽ പാർന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ വലിയ കുട്ടി കടയിൽ കയറിയിരിക്കണേ. അപ്പോൾ പെരുന്നാൾ സീസണൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ തുറക്കാനൊന്നും വരില്ല. അപ്പോൾ ഓന് വരുമ്പോൾ 12 മണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ ഓന് വരുമ്പോൾ കുടിച്ചാന്ന് കരുതിയിട്ട് ഓന് കുറച്ചില്ലത്
പാട്ടിലെടുത്തു. പിന്നെ നമുക്കൊക്കെ തുറക്കാമല്ലോ, അതൊക്കെ മേശം എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, നിർത്തട്ടെ കേട്ടോ.